ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു 3 ഐറ്റം വെച്ചിട്ട് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തെടുത്താലോ. ഇത് അധികം എൻ്റെ അടുത്ത് അവൈലബിൾ ആയ സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫെവിക്കോളും സിസറും അതുപോലെ തന്നെ നെയിം സ്ലിപ്പും. ഇത് അധികം എൻ്റെ അടുത്തും കിട്ടുന്ന സംഭവമാണ്. അപ്പോൾ അതിന് മുമ്പ് ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചാനലിലേക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഗ്രാഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക, അത് ഞാൻ വീഡിയോ ഇടുന്നതാണ്. ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇതുപോലെ നമ്മളുടെ സ്ലിപ്പ് എടുത്തിട്ട് അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഹാഫായി ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1-2 മിനിറ്റ് ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് ഉണങ്ങട്ടെ. അപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൈഡിൽ കണ്ടോ ലൈൻ ഇട്ടിരിക്കുന്നത്, ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കണമെങ്കിൽ അങ്ങനെയും പീസാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റോൾ ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കാണ് ചെയ്യുന്നത്. അതാവും നമുക്കധികം ഉപകാരപ്പെടുക. എനിക്ക് അങ്ങനെയാണ് ഉപകാരപ്പെട്ടിട്ടുള്ളത്. ഇനി ഇതിൻ്റെ യൂസ്ഫുള്ളും ഇത് വർക്കിംഗ് ആണോ എന്നും കാണിച്ചു തരാം. ഇതുപോലെയുള്ള നമുക്ക് ഇഷ്ടമുള്ള വല്ല പിക്ചേഴ്സൊക്കെ ഉണ്ടാവില്ലേ, അതെടുത്തിട്ട് ഇതിൻ്റെ ബാക്കിൽ ഒന്ന് ഇത് വെച്ച് കൊടുത്താൽ മതി, പ്രസ് ചെയ്താൽ മതി. ഇതുപോലെ 2 സൈഡിലും ഇതുപോലെയുള്ള ബട്ടർ പേപ്പർ ഉണ്ടാവും. നെയിം സ്ലിപ്പാണല്ലോ, അതുകൊണ്ട് ബട്ടർ പേപ്പർ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ അത് രണ്ടും സൈഡത്തേയും കളഞ്ഞിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. നിങ്ങൾക്ക് ഇത് സേവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് മാത്രം വരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് പറയാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെ നമുക്ക് പല പിക്ചേഴ്സും ചെയ്തിട്ട് നമ്മൾക്ക് ജേർണലിങ്ങിലൊക്കെ ഇതുപോലെ ഒട്ടിക്കാനായിട്ടൊക്കെ പറ്റും. നമ്മൾ ഈ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്താൽ മതി, നന്നായി ഒട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ബൈ.